ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമോൾ. സോ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളത്. വി ഹാവ് ദീസ് 4 ഓഫ് സോഡ്, ദ 6 ഓഫ് സോഡ് എനർജി, ദ ജഡ്ജ്മെൻറ്റ്, ബോട്ടം ഓഫ് ദി ഡെക്ക്, ക്യൂൻ ഓഫ് കപ്സ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് നമുക്ക് എടുക്കുന്നുണ്ട്. We have the twin flame is not ready. Okay, the inner child, embracing co-creation. Bottom of the deck conflict card ആണ്. Okay, ഫിയർ ഈസ് സ്റ്റിറിങ് അപ്പ് ടെൻഷൻ ഇൻ ദി കണക്ഷൻ. ഓക്കെ, ഒരാൾക്ക് വേറൊരാളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ആ ഒരു പേഴ്സൺ ഈ ഒരു സമയം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ പറയാതുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടുതലായിട്ടും ആ ഒരു പേഴ്സണ് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എനർജി, ഒരു കുറ്റബോധം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ തോട്ടിനെ ഒരു കൺട്രോൾ ചെയ്യപ്പെട്ട ഒരു രീതിയിലുള്ള ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് വാക്ക് തർക്കം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ്, അതിനെക്കുറിച്ചൊക്കെ ആ ഒരു പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു ഇന്നർ ചൈൽഡ് എന്നുള്ള ഒരു കാർഡും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അൺറിസോൾവ്ഡ് വൂണ്ട് ആൻഡ് ഇഷ്യൂ എന്നുള്ളതാണ്. അതിന് നമുക്ക് 6 ഓഫ് സോഡ് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയ ഒരു കാർഡാണ് ഇന്നർ ചൈൽഡ് എന്നുള്ളൊരു കാർഡ്. അതായത് ആ ഒരു പേഴ്സണ് പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ടൈം. അതായത് മേ ബി കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചൊരു ഫാമിലി ഇഷ്യൂ ആകാം. അതായത് മേ ബി നിങ്ങളുമായിട്ട് റിലേറ്റഡ് ചെയ്ത ഒരു ഇഷ്യൂ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളിൽ ചിലപ്പം നിങ്ങൾ പറഞ്ഞ വാക്കുകളിൽ ആ ഒരു പേഴ്സൺ സ്റ്റക്കഡായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പാസ്റ്റിൽ ആ ഒരു പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മീൻസ് ചിലപ്പം ഈ ഒരു പേഴ്സണ് നിങ്ങൾക്ക് രണ്ടാമത് കിട്ടിയ ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന് മുന്നേ ഒരു പേഴ്സണ് വേറൊരു റിലേഷൻഷിപ്പ് കാണും. അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാം കൊണ്ടും ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു പേഴ്സണാണ് എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ ഒരു പേഴ്സൻ്റെ ഒരു മനസ്സിന് ഒരു മുറിവേറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. അതായത് അതിനുള്ള കാരണങ്ങൾ തേടി പോവുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ ഒരു നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതുള്ള കാരണത്തെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് ഒരു കൺഫ്യൂഷൻ കൈൻഡ് ഓഫ് എനർജിക്ക് ക്ലാരിഫൈ ചെയ്തത് ട്വിൻ ഫ്ലെയിം ഈസ് നോട്ട് റെഡി എന്നുള്ളതാണ്. ബട്ട് യു ക്യാൻ ഹെൽപ്പ് ദം അവൈക്കൻ എന്നുള്ളതാണ്. ആ ഒരു പേഴ്സണ് നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് കണക്കാക്കുന്നത്. മേ ബി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി തന്നിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം തന്നെ ആയിരിക്കാം. ഒരുപാട് നാളായി നിങ്ങൾ നോ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ ഒരു നോർമൽ ടോക്ക് ആണെങ്കിൽ പോലും പെട്ടെന്നൊരു കലഹ സ്വഭാവം കാണിക്കുന്ന ഒരു രീതി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാറ്റേൺ പോലെ ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ആ ഒരു പേഴ്സണൊരു ഫിയറൊക്കെ ഉണ്ട്. അതായത് നോർമലായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷനുള്ള ആൾക്കാരാണെങ്കിലും ഒരു ഗ്യാപ്പ് വെച്ച് നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ കീപ്പപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു എന്താ പറയുക, നിങ്ങളുടെ ഇടയിലെ പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പേഴ്സൺ ഇട്ടേച്ച് പോവരുത് എന്നുള്ളൊരു ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഫിയർ ഇൻ സ്റ്റിയറിങ് അപ്പ് ദി ടെൻഷൻ ഇൻ ദി കണക്ഷൻ എന്നുള്ളതാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കാരണം വെച്ച് നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒറ്റയ്ക്കാക്കി പോവുമോ എന്നുള്ള ഭയമൊക്കെ ആ ഒരു പേഴ്സൺ ഈ ഒരു ടൈമായിട്ട് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് കാർഡ് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത് ഹാവ് യു ഡിസൈഡഡ് ഓൺ വാട്ട് യു വാണ്ട് ഫ്രം ദിസ് എന്നുള്ളതാണ്. ആ ഒരു പേഴ്സണ് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഒപ്പം തന്നെ ആ ഒരു പേഴ്സണ് വേറെ ഒരു സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ വേറൊരു പേഴ്സണ് മുൻതൂക്കം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളെക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിനോ ഏതെങ്കിലും ഒരു പേഴ്സണോ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കാം ചിലപ്പം ഈ ഒരു നോ കോണ്ടാക്ട് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്യാൻ അവരുടെ എനർജി പ്രകാരം അല്ലെങ്കിൽ വളരെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഇവിടെ 20 നമ്പർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ദെൻ ഇപ്പോൾ അതേ കാണിക്കുന്നുള്ളൂ. ഞാൻ ഇനി വരുന്ന റീഡിങ്ങിൽ നമ്പേഴ്സ് എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൻ്റെ
മൈൻഡിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ളതാണ്. ആ ഒരു പേഴ്സണൊരു ഭയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ ഒരു പേഴ്സൺ അല്ല, ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് 8 ഓഫ് സോഡ് കാർഡ് ഉണ്ട്, ദെൻ എംപ്രസ് കാർഡ്, ദി 4 ഓഫ് പെൻഡക്കിൾ, ബോട്ടം ഓഫ് ദി ഡെക്ക് 10 ഓഫ് സോഡാണ്. എഗെയിൻ നമുക്ക് ഈ കാർഡ്സ് വെച്ച് ക്ലാരിഫൈ ചെയ്യാം. വി ഹാവ് യു ഹോൾഡ് ദ കീ. ഓക്കെ, ദ സോൾ കോൺട്രാക്റ്റ്, മിറർ സെൽഫ്, ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് ലവ് ബിലീഫ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു പേഴ്സണ് കംപ്ലീറ്റ്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു കാര്യം പറയാനോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ആ ഒരു പേഴ്സൺ ഒരു ലിമിറ്റേഷൻ വെച്ചതുപോലെയൊക്കെ ആ ഒരു പേഴ്സണ് ഈ ഒരു ടൈം ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം മുമ്പേ ആ ഒരു പേഴ്സണെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഫുൾ കൺട്രോള് നിങ്ങളുടെ കയ്യിലാണ്. യു ഹോൾഡ് ദ കീ എന്ന് പറയുമ്പോഴും ഒരർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയാനുണ്ട് ഉള്ളതാണ്. അതായത് ഇവിടെ ഒരു റീയൂണിയൻ പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു പേഴ്സൻ്റെ ഒരു റിയലൈസേഷൻ, ഞാനിപ്പോൾ പറയാറുണ്ട് റിയലൈസേഷൻ ആണെന്ന്. പക്ഷേ ഈ ഒരു ടൈം നമുക്ക് പറയാവുന്ന, നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴും അവിടെ ആ ഒരു പേഴ്സണൊരു ഭയമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി നിങ്ങളെ ലെറ്റ് ഗോ ചെയ്തു പോകാൻ ആ ഒരു പേഴ്സൺ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടെ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ആ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇതൊരു എൻഡപ്പായി പോയി എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരു സോൾ കോൺട്രാക്റ്റ് പോലെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു മാരേജ് ഒരു സോൾ കോൺട്രാക്റ്റ് പോലെയാണ് എന്നൊക്കെ നമ്മൾ ഉണ്ടല്ലേ. അതുമാതിരിയാണ് യു ആർ ഇൻ ദ പ്രോസസ് ഓഫ് എൻഡിങ് ദി ഓൾഡ് സൈക്കിൾ. ഇവിടെ പറയുന്നത് ആ ഒരു പേഴ്സൺ ഒരു ഭയമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി പാസ്റ്റിലത്തെ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു പേഴ്സൺ ഒരു ഭയമാണ് ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ചാൽ മുമ്പേ അങ്ങനെ ആയിരുന്നില്ല. ആ ഒരു പേഴ്സൺ അത്രയും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു എനർജിയിലുള്ള ഒരു വ്യക്തികളാകാം നിങ്ങൾ. എങ്കിൽ പോകെ നിങ്ങളുടെ കാര്യങ്ങൾ, സെൽഫ് ഗ്രോത്ത്, സെൽഫ് ഹീലിംഗ്, അങ്ങനെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സണ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു നിങ്ങളിലേക്കുള്ളൊരു കൺട്രോൾ കുറയുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു പേഴ്സൺ ലൈഫിലേക്ക് വരില്ലേ എന്നുള്ള ചിന്തയൊക്കെ ആ ഒരു പേഴ്സൺ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 4 ഓഫ് പെൻഡക്കിൾ എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടിയത് മിറർ സെൽഫ് എന്നുള്ള കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മളെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ പോലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് അവർക്കുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് ഫീലിങ്സ്, ഇവിടെ ഒരു കുറ്റബോധം, റിഗ്രറ്റിംഗ് കൈൻഡ് ഓഫ് എനർജിയാണ് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങളോടുള്ള ഇഷ്ടം ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളൊരു സ്നേഹമുണ്ട്. പക്ഷേ മനഃപൂർവ്വം ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടോ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടോ അത് മറച്ചു വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, 1 കാർഡ് എക്സ്പ്ലെയിൻ. Do you have a room in your life? Okay, make a choice. ആ ഒരു പേഴ്സൻ്റെ ഒരു ലൈഫിൽ ഇപ്പം നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 മൈൻഡിലായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒറ്റപ്പെട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ക്ഷമയോടെ കാത്തിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണിൻ്റെ ലൈഫിൽ നിങ്ങൾ വീണ്ടും പോകുമെന്ന് എന്തോ ഒരു രീതിയിൽ ആ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരിക്കലും അങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം അത്രയും വിട്ടേച്ചു എന്ത് തന്നെ ആ ഒരു പേഴ്സൺ ചെയ്താലും നിങ്ങൾ വീണ്ടും ആ ഒരു പേഴ്സണിന് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളോട് എങ്ങനെയൊക്കെ പെരുമാറിക്കോട്ടെ, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് എത്രത്തോളം ഇനി ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാത്രമാണ് പ്രധാനം എന്ന് പറഞ്ഞു പോയാൽ പോലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പേഴ്സണെ മറക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരിക്കാനാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹം. വളരെ പേഷ്യൻസോടെ കാത്തിക്കുകയാണ്. കാരണം
കാരണം അവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് യൂണിവേഴ്സലിനൊരു മിക്സഡ് സൈൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവർ ദൈവങ്ങൾക്ക് ഒരു മിക്സഡ് സൈൻ കൊടുക്കുകയാണെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം ചിലപ്പോൾ തോന്നും അവർ പോയിട്ടില്ലെങ്കിൽ അവരില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നല്ല അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് നിൽക്കും. ചിലപ്പോഴൊക്കെ തോന്നും അവരൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുക, ആ ഒരു രീതിയിലുള്ള ഒരു എനർജി. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർ പ്രതീക്ഷിച്ച രീതിയിലല്ല മറുപടി എന്ന് കാണുന്ന സമയത്ത് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. മേ ബി ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ തടസ്സങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കേ ഉള്ളൂ, അവർക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലല്ലോ, അവർക്കില്ലെങ്കിൽ അവർക്ക് തന്നെ മറന്നു പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്താലും നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് എഫേർട്ട് എടുത്ത് കീപ്പപ്പ് ചെയ്യുന്നതാണല്ലോ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരുടെ മാത്രമാണ് നിങ്ങളെ ഇങ്ങോട്ട് ബ്ലോക്ക് ആക്കിയത്. അതൊരിക്കലും നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. മേ ബി ഒരു സാഹചര്യത്തിന് ആ ഒരു പേഴ്സണ് ഒരു മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ടാകും. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു ടൈമിലെന്ന് പറയുന്നത് ആ ഒരു പേഴ്സണെ അല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ ഒരു പേഴ്സൻ്റെ ഹാപ്പിനെസ് അല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി ഇല്ലെങ്കിലും ഹാപ്പിയാണോ, അല്ലെങ്കിൽ വളരെയധികം പൂർവാധികം അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെയാണോ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, ഇതൊക്കെ അറിയാനുള്ള ഒരു എന്താ പറയുക, നമ്മൾ നോക്കാറില്ല ഒളിഞ്ഞോട്ടെന്നൊക്കെ പറയാറുണ്ട് അല്ലേ, അതേമാതിരിയുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. വളരെ ക്ഷമയോടെ കാത്തുക്കാണ് നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ബ്ലോക്കാക്കിയവരാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് അൺബ്ലോക്കാക്കി നിങ്ങളെ നോക്കുന്നു. സോഷ്യൽ മീഡിയാസൊക്കെ വൈഡ്ലി നിങ്ങളെ നോക്കുകയാണ്, നിങ്ങളുടെ DP ഒക്കെ നോക്കുന്നുണ്ടാകാം. പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മ്യൂച്വലി ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ അറിയാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, എന്ത് തന്നെ നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോയ ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അത്ര വരെ ആ ഒരു പേഴ്സൺ വിചാരിക്കുകയാണ് പോകുന്നത്ര വരെ പോട്ടെ, എന്നെ മനസ്സിലാക്കി നിൽക്കുന്നവരൊക്കെ എൻ്റെ കൂടെ നിന്നാൽ മതി, ആ ഒരു രീതിയിലുള്ള ഒരു എനർജി. പക്ഷെ ഒരിക്കലും അതൊരു ഹാപ്പിനെസ്സോടു കൂടി, ഒരു സന്തോഷത്തോടുള്ളൊരു വെയിറ്റിംഗ് അല്ല അവിടെ കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കൺഫ്യൂഷൻ, അതുപോലെ നിങ്ങളെ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ഒരു ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വരാം. പക്ഷേ ഇവിടെ ആ ഒരു പേഴ്സണായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, പേഴ്സൺ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വളരെയധികം ക്ഷമയാണ് എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ സമയവും ആവശ്യമാണ്. അത് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ഒരു പേഴ്സൺ യൂണിവേഴ്സിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സൈൻ, കൺഫ്യൂഷൻ അടുപ്പിക്കുക എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു രീതിയിലുള്ള മേക്ക് എ ചോയ്സ് സെൻഡിങ് മിക്സ്ഡ് സിഗ്നൽസ് ടു ദി യൂണിവേഴ്സ്. അതാണ് ചിലപ്പോൾ തോന്നും നിങ്ങൾ നോക്കുമ്പോഴും ഈ പേഴ്സൺ ഞാനില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഒരു കാലിയായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്, ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്, ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഡു യു ഹാവ് റൂം ഇൻ യുവർ ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ ടൈം മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ ആഗ്രഹം തന്നെയാണ്. ആ ആഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് കുറച്ച് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. കമ്മിറ്റ്മെൻറ്റ് ഇല്ലെങ്കിലും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം എനർജിയാണ്. അതായത് ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ഒരു ട്വിൻ ഫ്ലെയിം ആണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഒരു പവർ എന്ന് പറയുന്നത് മേ ബി കുറച്ച് ആൾക്കാർക്ക് ഒരു യൂണിവേഴ്സലി ബ്ലെസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം എത്രത്തോളം ഒരു പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള ഒരു എനർജി, നിങ്ങളോട് സംസാരിക്കാനൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ. പുറമേ ഒരു പരുക്കൻ സ്വഭാവമൊക്കെ ആണെങ്കിലും കുറച്ച് ആൾക്കാർ, പരുക്കൻ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര റൂഡാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെ കാണുമ്പോൾ കുറച്ചൊരു ഗൗരവക്കാരിയാണെന്ന് തോന്നിയാലും ഉള്ളിൽ പഞ്ചപാവങ്ങളായിരിക്കും. അത് ആ ഒരു പേഴ്സണും അറിയാം. ആരെന്ത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ
എന്താണെന്നും നിങ്ങളുടെ നിങ്ങൾ എത്രത്തോളം ലോലഹൃദയന്മാരാണെന്നും ഒക്കെ ആ ഒരു പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു വെയിറ്റിംഗ് സൈൻ. നേരെ മറിച്ച് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്യാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വീണ്ടും ആ ഒരു പേഴ്സൺ ഇതൊന്നും ഇട്ടേച്ച് പോകാനേ നോക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു പേഴ്സണെ മുന്നോട്ട് നീങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേഴ്സണ് വേറൊരു ഓപ്ഷൻ ഇല്ല, എനിക്ക് അവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. എന്തിനും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരു ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സൺ വരും എന്നുള്ള ഒരു ഉറപ്പ് ആ ഒരു പേഴ്സണ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ആ ഒരു പേഴ്സണായിട്ട് എഫേർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റീസും എനിക്കിവിടെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ എനർജീസ് എന്താണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. We have the 5 of cups, the strength card, the queen of wands. Okay, bottom of the deck the chariot card ആണ്. ഓക്കെ, നമുക്ക് ഇത് ടാരറ്റ് ഗൈഡൻസും കൂടി നമുക്ക് നോക്കാം. ഈ ഒരു ടൈമിൽ വി ഹാവ് ദി ആസ്ട്രോളജിക്കൽ ട്രാൻസിറ്റ്സ്. നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻഫോർമേഷൻ എംബ്രേസിങ് കോക്രിയേഷൻ അവരുടെ ഡെയിലും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഹെൽത്ത്, നിങ്ങൾക്കും ബോട്ടം ഓഫ് ദ ഡെക്ക് പേഷ്യൻസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഉത്തരം വേണം. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ യൂണിവേഴ്സലിന് സറണ്ടർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാകണം മെജോറിറ്റി ആൾക്കാർ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് കപ്സ് ആണ്. നമുക്ക് ക്ലാരിഫൈ ചെയ്തത് ആസ്ട്രോളജിക്കൽ ട്രാൻസിറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്റ്റക്ക്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് നിങ്ങളുടെ എനർജി എങ്കിൽ നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് യൂണിവേഴ്സൽ. കാരണം ആസ്ട്രോളജിക്കൽ ട്രാൻസിറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ വളരെ ഇൻഡ്യൂട്ടീവ് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ, നിങ്ങൾക്ക് ആദ്യമൊന്നും നിങ്ങളെല്ലാവരെയും വിശ്വസിക്കുന്നതും അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് യൂണിവേഴ്സൽ ഓരോ ആളുടെയും, അല്ലെങ്കിൽ നിങ്ങളെ മുമ്പിൽ നിന്ന് ആരാണ് ഫേക്ക് ആരാണ് ശരി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട്. ആദ്യം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളെല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന കൂട്ടത്തിലായിരിക്കാം. മേ ബി ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ ഒരുപാട് ചാൻസസ് കൊടുത്തിട്ടുണ്ടാവുക. ആ ഒരു പേഴ്സൺ എന്ത് തന്നെ ചെയ്തിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലായതുകൊണ്ട് ആ ഒരു പേഴ്സൻ്റെ തെറ്റുകൾ പോലും നിങ്ങൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പുറത്തു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഈഗോ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റിനെക്കാട്ടും കൂടുതൽ ആ ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു ടൈമിൻ്റെ എനർജി ബാലൻസിങ് ആണ് ഈ ഒരു ടൈം കൂടുതലായിട്ട് കാണിക്കുന്നത്. കാരണം ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മതി, ഇനി ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ സഫർ ചെയ്തു, ഓക്കെ, ഞാൻ അതിൽ നിന്നൊരു പാഠം പഠിച്ചു, ഇനി എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള ഒരു റിയലൈസേഷൻ, ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ലൈഫിലുള്ളതായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി, ഒരു ചെറിയ പോയിന്റിൽ എന്താണ് ഇനി മുന്നോട്ടുള്ള അല്ലെങ്കിൽ ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സൽ തരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജിയിലും ആ ഒരു മാറ്റങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത്, അതുപോലെ തന്നെ സെൽഫ് ഹീലിംഗ്, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ നല്ല കാര്യങ്ങളാണ്. ഹെൽത്തി ചോയ്സസ്, നിങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് നിങ്ങളുടെ എനർജി അത് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി മെമ്മറി ആ ഒരു പേഴ്സണൊന്നും അല്ലെങ്കിൽ ഇല്ല, അതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ ഒരു എനർജിയും നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു ചോയ്സ്, നിങ്ങൾക്ക് ഒരു കാര്യം നല്ലതല്ല എന്ന് തോന്നിയാലും അത് നോ പറയാനുള്ള ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം അത് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജി ഷിഫ്റ്റാണ് എനിക്ക് നിങ്ങളുടെ എനർജിയിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് ക്രേവ് ചെയ്യുന്നത് എന്താണ്, ഒരു ക്ലാരിറ്റിയാണ്. എനിക്ക് ഒരു കാര്യത്തിൽ ഇനി എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യത്തിനും എനിക്കൊരു ക്ലാരിറ്റി വേണം, എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷൻ, തിരിച്ചറിവ് നിങ്ങളുടെ ലൈഫിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ മന്ത്രം പോലെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഹെൽത്തി ചോയ്സസ് കാർഡ്. ഇത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ താങ്ക് യു ഏഞ്ചൽസ്, ഏഞ്ചൽസിനോട് നന്ദി പറയുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരുന്ന ഓരോ ഡിസിഷൻ എന്നെ കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റിയതിൽ, എനിക്ക് തീരുമാനിക്കാൻ പറ്റിയതിൽ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ്. താങ്ക് യു ഏഞ്ചൽസ് ഫോർ ഗൈഡിങ് മീ ടു മേക്ക് ഹെൽത്തി ഡിസിഷൻസ്. ഓക്കെ, ഇത് നിങ്ങൾ പറഞ്ഞാലും മതി, അത് നിങ്ങളുടെ ഡിപ്പെൻസാണ്. എല്ലാവരും എഴുതി മാനിഫെസ്റ്റ് ചെയ്യണം എന്നില്ല, ഒരാൾക്കും ഡിപ്പെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ എഴുതി മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. അപ്പം ഒരു പാസ്റ്റിൽ നിന്നും ഒരു പുതിയൊരു തുടക്കമാണ് നിങ്ങളുടെ എനർജി ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത്. മേ ബി കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് ടൈം വേണമായിരിക്കും. കാരണം എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ട് ഞാനിനി ഇതിൽ നിന്ന് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അർഹിച്ച ഒരു ക്ലാരിറ്റി മേ ബി ആ ഒരു പേഴ്സൺ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ വരാനുള്ള പോസിബിലിറ്റീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ പക്ഷെ ക്ഷമ വേണ്ടതായിട്ടാണ് കാണിക്കുന്നത്. ഹീലിംഗ് പീരീഡിൽ ഓടിച്ചെന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പോയിട്ട് അങ്ങോട്ട് പോയിട്ട് മെസ്സേജ് അയക്കാം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളാദ്യം ഓക്കെ ആവുക, എന്നിട്ട് യൂണിവേഴ്സലിന് സറണ്ടർ ചെയ്യുക, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോടുള്ള ഫീലിങ്സ് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കിന്ന് കിട്ടിയ കാർഡ്സ്. ദ ഡെക്ക് എന്ന് പറയുന്നത് ഇന്നർ വോയിസ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് മാനിഫെസ്റ്റേഷൻ കാർഡാണല്ലോ കിട്ടുന്നത്. ഇതിൽ പറയുന്നത് താങ്ക് യു ഏഞ്ചൽസ് ഫോർ ഗൈഡിങ് മീ ത്രൂ മൈ ഇന്നർ വോയിസ്. ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നതാകാം, ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നതാകാം. അതൊരു ഇൻറ്റ്യൂഷനാണ് അല്ലേ, അത് നിങ്ങൾ ഗൈഡ് ചെയ്യുകയാണ് യൂണിവേഴ്സൽ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ക്ലാരിറ്റി ചോദിക്കുന്നവർക്കുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പരമാവധി ഒരു സിറ്റുവേഷന് ഒരു ഡിപ്പെൻഡൻ്റ് ആ ഒരു പേഴ്സണെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പഴയ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു ഹാപ്പിനെസ് ആണെങ്കിലും ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു എനർജി ആയിരുന്നു നിങ്ങൾ. അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. മേ ബി കുറച്ച് ആൾക്കാർ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ മറക്കുന്നു എന്നുള്ള രീതിയിലല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു പോയിന്റിൽ ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ ഇനി അവരായിട്ട് എഫേർട്ട് എടുത്ത് വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോവില്ല എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഒരു ജംബ്ലിങ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മനസ്സ് മാറുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങോട്ട് മെസ്സേജ് അയച്ചാലോ, അല്ലെങ്കിൽ വേണ്ട, അവരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ. അതായത് നിങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരിക്കലും അത് പണ്ടത്തെ ഒരു രീതിയിൽ പോലെ കൂടുതലായിട്ട് അങ്ങോട്ട് അല്ലെങ്കിൽ ഇനി ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല ആ ഒരു രീതിയിലുള്ള എനർജി ഒന്നുമല്ല കൂടുതലായിട്ടും കാണിക്കുന്നത്. മേ ബി ഒറ്റയ്ക്കാണെങ്കിൽ പോലും എനിക്കിപ്പോൾ നിൽക്കാൻ വേണ്ടി പറ്റും, എൻ്റെ യൂണിവേഴ്സൽ എൻ്റെ ഡിവൈൻ എനർജി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയിലേക്കാണ് ഒരുപാട് ആൾക്കാർ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയാന്നുണ്ടെങ്കിൽ ട്വിൻ ഫ്ലെയിം ടെലിപ്പതിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ആൾ നിങ്ങളെ അടുത്തറിയാൻ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ അടുക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും ആ ഒരു പേഴ്സണെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വരിക, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ പോലുള്ള ആൾക്കാരൊക്കെ ആണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ നോക്കുമായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ തന്നെയാണോ. ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും ഒരു മെമ്മറി വഴി ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരു ടെലിപ്പത്തിക് കണക്ഷൻ ഇവിടെ പോസിബിളാണ്. കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഡിവൈൻ കമ്മ്യൂണിക്കേഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ദ ഡിവൈൻ ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ. കാരണം അത് ഏഞ്ചൽസ് നമ്പർ 222, അതുപോലെ തന്നെ 444, അതുപോലെ തന്നെ 111, അതുപോലെ തന്നെ 41, ഇതൊക്കെ ഏഞ്ചൽ നമ്പേഴ്സാണ്. 8888 ഇതൊക്കെയാണെങ്കിൽ കാണുന്നുണ്ടാവും. 444 ഒക്കെ കാണുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ കാണിക്കുന്ന ഒരു നമ്പറാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ നോക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും നിങ്ങളുടെ മുന്നിൽ 444 എന്നൊക്കെ പറയുന്ന ഒരു ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പറാണത്. നമ്മളിവിടെ പറയാന്നുണ്ടെങ്കിൽ അറ്റൻഷൻ, നിങ്ങൾ എന്താണ് ആ ഒരു സൈനിനെ
അല്ലെങ്കിൽ തിരിച്ചറിയാൻ ശ്രമിക്കും. ചിലപ്പം കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചൊരു വെള്ള തൂവലൊക്കെ കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് ഫീലിങ്സൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലും തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ എനർജീസും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഒരു കണക്റ്റഡ് ആണ്. കാരണം നമുക്ക് മിറർ സെൽഫും ഇന്നർ ചൈൽഡ് എന്നുള്ള എനർജി എനിക്ക് അവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതേ രീതിയിൽ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങൾക്കും ഈ ഒരു പേഴ്സണ് മുന്നേ അല്ലെങ്കിൽ വേറൊരു റിലേഷനോ ചിലപ്പോൾ എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു രീതിയും ചിലപ്പം പലർക്കും ഒരു ലെസൺ പോലെയാണ്. ഇനി ഞാൻ എന്തിൻ്റെ പേരിലാണ് ഒരാൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു ചോദ്യചിഹ്നത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടാകാം. എൻ്റെ ലൈഫിൽ എനിക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആൾക്കാർക്കെന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്ക് ഒരു പാസ്റ്റിലാണെങ്കിൽ പോലും ഒരു വൂണ്ട് അല്ലെങ്കിൽ ഒരു പേഴ്സൺ വഴി നിങ്ങൾക്കൊരു മുറിവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അതൊക്കെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യാൻ ചിലപ്പം കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടാവും. ഐ ഡോണ്ട് നോ വൈ ദിസ് കാർഡ് കെയിം ഔട്ട്, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ സീ. അങ്ങനെയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് ഡിവൈൻ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള സൈൻസൊക്കെ തരുന്നുണ്ടാകാം. കുറച്ച് ആൾക്കാരത് ശ്രദ്ധിക്കുന്നുണ്ടാകും, കുറച്ച് ആൾക്കാരൊക്കെ അതൊക്കെ അയ്യോ അതൊക്കെ നോർമൽ അല്ലേ എന്നുള്ള രീതിയിൽ വിട്ട് കളയുന്നുണ്ടാകും. എല്ലാ കാര്യത്തിന് പിന്നിലും ഒരർത്ഥമുണ്ട് അല്ലേ. അപ്പം ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പേഴ്സണോടുള്ള ഫീലിങ്സ് നോക്കാം. എനിക്കിവിടെ കാണുന്നത് നിങ്ങളുടെ ഓരോ ജേണിയിലും ഡിവൈൻ എനർജി കൂടെ ഉണ്ടെന്നുള്ളതാണ്. കാരണം ഹീലിംഗ് തൊട്ട് ഇവിടെ ഒരുപാട് ഒരു ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരാൾ നിങ്ങളെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. മരിച്ചുപോയ രീതിയിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഒരു അനുഗ്രഹം പോലെയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റ് യുവർ വൈബ്സ് എന്നുള്ളൊരു കാർഡ് നോക്കുക. താങ്ക് യു ഏഞ്ചൽസ്, ടുഡേ ഐ ചൂസ് ടു ട്രസ്റ്റ് മൈ ഇൻറ്റ്യൂഷൻ ആൻഡ് യുവർ ഗൈഡൻസ്. ഞാനിപ്പോൾ നിങ്ങൾ എൻ്റെ ഏഞ്ചൽസ് തരുന്ന ആ ഒരു ഗൈഡൻസിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അത് ഏഞ്ചൽസിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നെ നല്ല രീതിയിലേക്ക് നയിക്കുന്നുണ്ട്, എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഒരു വൈബ് ട്രസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോടുള്ളൊരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ പറയാനുണ്ട്, ഒരു ഹാങ്ഡ് മാൻ എനർജി കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ടാവില്ല. അതായത് എപ്പോഴും ഒരു കൺഫ്യൂഷനായിട്ടുള്ള നിൽക്കുന്ന ഒരവസ്ഥ. ഇന്ന് വന്നാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു പേഴ്സൺ ഒരു ക്ലാരിറ്റി, അതായത് ആ ഒരു പേഴ്സണ് തോന്നുമ്പോൾ മാത്രം വരിക പോവുക, ആ രീതിയിലുള്ള ഒരു എനർജി ഇവിടെ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാർ ഇവിടെ ആ ഒരു പേഴ്സൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളും മിണ്ടാതിരിക്കാൻ അല്ലെങ്കിൽ വേണ്ട വെച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആദ്യം ആ ഒരു വ്യക്തിയായിട്ട് വരട്ടെ, അല്ലെങ്കിൽ ആ തെറ്റൊക്കെ മനസ്സിലാക്കി തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് വരട്ടെ, തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് വരട്ടെ എന്നുള്ള ഒരു എനർജി ഇവിടെ എനിക്ക് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുള്ളൊരു സിറ്റുവേഷൻ ആവണം. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണീരിനുള്ളൊരു മറുപടി അല്ലെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ ആ ഒരു പേഴ്സണായിട്ട് തരണം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ട് നിങ്ങളൊരു ക്ലാരിറ്റി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എനിക്കെപ്പോഴും ഇങ്ങനെ ഒരു കൺഫ്യൂഷനാക്കിയിട്ട് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കായിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെൽഫ് ലവ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ മേ നല്ല രീതിയിൽ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എൻജോയ്മെൻറ്റിന് വേണ്ടി പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാകാം. അതൊക്കെ ആ ഒരു പേഴ്സണും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പണ്ടത്തെ ആ ഒരു പേഴ്സണല്ല, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് പോകുന്നു എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. മേ ബി ചില പോയിന്റിൽ നിങ്ങളിവിടെ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ ഒരു രീതിയിൽ ആ ഒരു പേഴ്സണും ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, മേ ബി ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മറ്റൊരാളുമായിട്ട് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ,
ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്വിൻ ഫ്ലെയിം റെക്കഗ്നേഷനാണ്. 2 ഓഫ് കപ്സിന് ശേഷം നമുക്ക് കിട്ടിയതാണ്. അതായത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന് ഒരു ബാലൻസിങ് എനർജി, അതായത് ഒരു ടൈമിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ റെക്കഗ്നൈസ് ചെയ്യുകയാണ്. ആ ഒരു ട്വിൻ ഫ്ലെയിമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരാനുള്ള പോസിബിലിറ്റീസ് കുറേ ആൾക്കാരെ സംബന്ധിച്ച് കൂടുതലാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. കാരണം ഇവിടെ നിങ്ങളൊന്ന് മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു വില മനസ്സിലാക്കി ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണ്. മേ ബി നിങ്ങളുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ മ്യൂച്വലി രണ്ടുപേരെയും ഒരേ രീതിയിൽ ഹേർട്ടായിട്ടുണ്ട് എന്നുള്ള രീതി. അതായത് നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് പോകുമ്പോൾ അവർക്കും അതുപോലെ തന്നെ അവരുടെ സ്വഭാവം നിങ്ങളെയും വല്ലാതെ അങ്ങ് ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ ആ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഫോർഗീവ്നെസ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു ട്രൂ ഇൻറ്റൻഷനാണ്, അല്ലെങ്കിൽ നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാം മറന്നൊരു പുതിയൊരു തുടക്കത്തോടു കൂടി നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണ് പുറത്തു കൊടുത്തിട്ട്, കാരണം ഇവിടെ ഫോർഗീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പേഴ്സൺ അത് അർഹിക്കുന്നു എന്നുള്ള രീതിയിലല്ല. പകരം നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് യൂണിവേഴ്സൽ ഡിവൈൻ എനർജി അല്ലേ, നിങ്ങളുടെ കണ്ണീരിന് അല്ലെങ്കിൽ നിങ്ങൾ വിഷമിപ്പിച്ചതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കേണ്ട, ദൈവം കൊടുത്തോളും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം എന്ത് തന്നെ നിങ്ങളെ കുറ്റം പറഞ്ഞാലും നിങ്ങളെ വിഷമിപ്പിച്ചാലും അതുപോലെ തന്നെ നിങ്ങൾ ഹേർട്ട് ചെയ്തു പോയാലും അതിനുള്ള മറുപടി കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഡിവൈൻ എനർജിയാണ്. അപ്പോൾ അത് നമുക്ക് സറണ്ടർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ സറണ്ടർ ചെയ്ത് ഫോർഗീവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, മേ ബി അതിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, വിഷമങ്ങൾ ആ ഒരു പേഴ്സണായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം, സാരമില്ല. കാരണം എല്ലാത്തിനുള്ള മറുപടി ദ ഡിവൈൻ എനർജി തന്നെ കൊടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സഫൈസ് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.